ഇറാൻ ഉടൻ തന്നെ J-10C യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കും. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഈ യുദ്ധവിമാനത്തിന് വളരെയധികം പ്രശംസ ലഭിച്ചു. റഫേൽ യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന വിമാനമാണ് ഇത് എന്ന് ചൈന പലയിടത്തും പ്രചരണം ആരംഭിച്ചു. എന്നാൽ അതേ ചൈനയുമായി ബന്ധമുള്ള ചില ഗവേഷകരും സൈനിക വ്യാഖ്യാതാക്കളും ഒരു കാര്യം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇറാന് J-10C വിമാനങ്ങൾ നൽകരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ഇസ്രായേൽ ആ വിമാനങ്ങളെ ആക്രമിക്കുമെന്ന് ചൈനീസ് സർക്കാരിന് നേരിട്ടൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് J-10C വിമാനങ്ങൾ ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഫോറിൻ ബയർ ലഭിക്കുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് നേട്ടമല്ലേ? ഏതെങ്കിലും ഒരു തരത്തിൽ അതവരുടെ ബിസിനസ്സിന് നേട്ടമായി മാറുകയല്ലേ ചെയ്യുക. അപ്പോൾ ചൈനയിലുള്ള മാധ്യമങ്ങളും ചൈനയിലുള്ള അധികാരികളും തന്നെ സർക്കാരിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. J-10C ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിൽ ഒരാഴ്ചയോളം ഇത് വളരെ ഹോട്ട് ടോപ്പിക്കായി മാറിയിരുന്നു. മാത്രവുമല്ല, റഫേലിനെ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ വെടിവെച്ചു വീഴ്ത്തി, ഇത് റഫേൽ കില്ലേഴ്സ് എന്ന് ചൈനീസ് സർക്കാർ അധികാരികൾ തന്നെ, യൂറോപ്യൻ യൂണിയനിലുള്ള ചൈനീസ് എംബസി സ്റ്റാഫ്സ് തന്നെ ഇതിന്റെ പ്രൊപ്പഗണ്ടാസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഫ്രഞ്ച് കമ്പനി ഇതിനോട് പ്രതികരിക്കുക മാത്രമല്ല, റഫേൽ വിമാനം തകർന്നതുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ചില തെളിവുകളും ഫ്രഞ്ച് അനുകൂല പ്രസ്താവനകളും നൽകിയിരുന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ പ്രാരംഭ ഉത്തരവിനേക്കാൾ കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ റഫേലിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കാളിയായിട്ടുള്ളത് J-10C യുദ്ധവിമാനങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ ഒരു സംഘർഷമുണ്ടായി. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാലമായി റഷ്യയുടെ Su-35 വിമാനങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ Su-30ക്കായും Su-34ന് വേണ്ടിയും കാത്തിരുന്ന് നിരാശരായി നിൽക്കുകയാണ്. ഇവരിപ്പോൾ ചെയ്തത് ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെ വന്ന വാർത്തയല്ല ഇങ്ങനൊരു താല്പര്യം പ്രകടിപ്പിച്ചത്. 2016-17 തുടങ്ങി 2018-19 തന്നെ ഈ ഒരു കരാറിന്റെ അടുത്തേക്കൊക്കെ വന്നതാണ്. എന്നാൽ പിന്നീട് അതൊരു ഉപേക്ഷിക്കപ്പെട്ട കരാറായി മാറി. ശരി, J-10C വിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഏതൊക്കെ ശ്രമങ്ങളാണ് എടുത്തത്? മുൻപുള്ള കരാർ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസിംഗ് ആണ്. ഒരു റഫേൽ യുദ്ധവിമാനത്തിന്റെ വിലയിൽ 1/3 മടങ്ങാണ് ഈ ഒരു യുദ്ധവിമാനം, അതായത് J-10C വിമാനം. അതുപോലെ ഒരു Su-35 വിമാനത്തിന്റെ വിലയിൽ പകുതിയാണ് J-10C യുദ്ധവിമാനത്തിന്റെ വില എന്നത്. അങ്ങനെയുള്ളപ്പോൾ മറ്റെന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഇറാന് വിദേശ കരുതൽ ശേഖരം ഒന്നും തന്നെ ഇല്ല. കാരണം അത് വർഷങ്ങളായി ഉപരോധത്തിന് വിധേയമാണ്. കൂടാതെ അവരുടെ പക്കലുള്ള വിദേശ നാണ്യം മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ അവരുടെ പക്കൽ പണം ഒട്ടും തന്നെ ഇല്ല. ഇനി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ കുറച്ച് വിദേശ നാണ്യം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഡോളറുകൾ ഉപയോഗിക്കാൻ സാധിക്കും, മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരം പൂർത്തിയാക്കാനും സാധിക്കും. അതിനാൽ ഇപ്പോൾ ചൈന ചെയ്തത്, ശരി, നിങ്ങൾ ഡോളേഴ്സ് നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല, എന്റെ കറൻസിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷെ ആ ഒരു കറൻസിയും ഇറാന്റെ പക്കലില്ല. അതിനാൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞത്, എന്റെ പക്കൽ ഇത്രയും പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ട്, ഇത് ഇത്ര വർഷത്തിൽ നൽകാനുള്ള ഒരു കുത്തക ഞാൻ നൽകാം, അതുവരെയും നിങ്ങൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഈ ടോൾ ഗേറ്റുകളൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ, അതായത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, ഈ ഒരു രീതിയിലാണ് ഇവയെല്ലാം വർക്ക് ആകുന്നത്. അതായത് ഈ ഒരു ടോൾ ഗേറ്റുകൾ വലിയ വലിയ സ്വകാര്യ കമ്പനികൾ ഒരു പ്രത്യേക വർഷത്തേക്ക് പാട്ടത്തിനെടുക്കും. ഈ നിർമ്മാണം മുതൽ നിർദ്ദിഷ്ട വർഷം വരെയും ഇത്രയേറെ പണം ചിലവഴിച്ചു, അപ്പോൾ ഇത്രയും പണം സമ്പാദിക്കുന്നത് വരെയും ഞാൻ ഇത് ഇത്ര വർഷം പ്രവർത്തിപ്പിക്കും, അതിൽ നിന്നുള്ള വരുമാനം ഞാൻ എടുത്ത് പ്രവർത്തിപ്പിക്കും. ഒരു 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും, അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ആ കരാർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അവരത് സർക്കാരിന് കൈമാറും. ഇതേ BOT കോൺസെപ്റ്റിന് കീഴിൽ ചൈനയ്ക്ക് ഒരു ഓഫർ ഇറാൻ നൽകി. എന്റെ പക്കലുള്ള ഇത്രയേറെ എണ്ണ ഫീൽഡ്സ് ഇത്രയേറെ ഉണ്ട്, ഇത് നിങ്ങൾ എടുത്തുകൊള്ളുക, ഇതെടുത്തിട്ട് ഇതുവഴി ലഭിക്കുന്ന വരുമാനം ഈ J-10C വിമാനങ്ങളുടെ കടം വീട്ടാനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വിമാനം ഞങ്ങൾക്ക് നൽകുക. അതിന് എത്ര വിലയാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ ഒരു വില നിങ്ങൾ ഈ എണ്ണ ഫീൽഡ്സിനെ ആക്സസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനൊരു ഓഫറാണ് നൽകിയത്. പക്ഷേ അമേരിക്ക ഇതിനകം തന്നെ ഇറാന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തിലുള്ളത് കൊണ്ട് അവരെ ടെൻഷൻ ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ അമേരിക്ക എതിർത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇതേ BOT കോൺസെപ്റ്റിന് കീഴിൽ ചൈന ഒരു ഓഫർ നൽകുകയാണ്. ഇറാന്റെ പക്കൽ ഇത്രയേറെ എണ്ണ ഫീൽഡ്സ് ഉണ്ട്, ഇത് ചൈന എടുത്തിട്ട് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം J-10C വിമാനങ്ങളുടെ കടം വീട്ടാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ വിമാനം നൽകിയിട്ട് അതിന്റെ വരുമാനം, അതിന്റെ പണം ഈ എണ്ണ കിണറുകളെ ആക്സസ് ചെയ്യുന്നതിലൂടെ എടുക്കാം. ഇങ്ങനെ ഒരു ഓഫറാണ്.
പക്ഷേ അമേരിക്ക ഇതിനകം തന്നെ ഇറാന്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. അവരെ ടെൻഷനാക്കാൻ പാടില്ല. അമേരിക്ക എതിർത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നതിന് വേണ്ടി ഇറാൻ ഈ ഓഫർ റിജക്ട് ചെയ്തു. മാത്രവുമല്ല, ഇവർ ആവശ്യപ്പെട്ട ഗഡു നിബന്ധനകളും താല്പര്യം തോന്നിയില്ല. ഇനി ഇൻസ്റ്റാൾമെന്റിൽ ഇങ്ങനെയൊന്നും ആരും വാങ്ങില്ല. പക്ഷേ ഇറാന്റെ പക്കൽ ഫോറിൻ റിസർവ് കുറവായതുകൊണ്ട് ഇൻസ്റ്റാൾ പേയ്മെന്റിന് വേണ്ടിയിട്ടും ഇറാൻ ചൈനയോട് ചോദിച്ചു. പക്ഷേ ചൈനയും ആ ഒരു ഓഫർ നൽകാൻ തയ്യാറല്ലായിരുന്നു. പിന്നീടാണ് Su-35 എങ്ങനെയെങ്കിലും വാങ്ങണം എന്ന് കരുതി റഷ്യയുടെ പക്കലേക്ക് ഇറാൻ പോയി. ഇപ്പോൾ വീണ്ടും J-10C യുദ്ധവിമാനങ്ങളെ ചോദിക്കുകയാണ്. അതായത് റഷ്യയുടെ Su-35 പൂർണ്ണമായും ഡിനൈ ചെയ്തതിന് ശേഷമാണ് J-10Cയിലേക്ക് വീണ്ടും പോയത്. പൂർണ്ണമായും ഡിനൈ ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. ഭാഗികമായി ഒരു കരാർ റഷ്യയുടെ പക്കൽ ഇറാൻ മേക്ക് ചെയ്തിരുന്നു. എന്നിട്ട് കൂടിയും റഷ്യയെ കൊണ്ട് ഈ ഉക്രൈൻ യുദ്ധത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെ കൈകാര്യം ചെയ്യാൻ ലേറ്റ് ആയതിനാൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ റഷ്യയുടെ സൈന്യത്തിൽ തന്നെ സംഭവിച്ചതുകൊണ്ടും അവർക്കുള്ളിലുള്ള ഈ സപ്ലൈ ചെയിൻ പ്രശ്നം കാരണവും Su-35ന്റെ ഡെലിവറി അവരെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഇസ്രായേൽ നേരിട്ട് ഇറാനുള്ളിൽ കയറി ആക്രമിച്ചത് ഇറാന് വലിയൊരു അപമാനമായി തന്നെ മാറി. നിങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ നിങ്ങളുടെ വലിയ ശത്രുക്കളുടെ ഒരു വിമാനം പറക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യോമസേന അത്രത്തോളം വീക്കാണ് എന്നാണ് അത് ഇറാൻ വ്യക്തമായി മനസ്സിലായി. ഇവയെല്ലാം ഇപ്പോൾ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ J-10C ആണ്. റഷ്യ ഒരു വിമാനത്തിൽ നൽകാൻ 4-5 വർഷമൊക്കെ ആവുകയാണെങ്കിൽ 6 മാസത്തിൽ ഒരു വിമാനം നിർമ്മിച്ച് ചൈനയെ കൊണ്ട് നൽകാൻ കഴിയും. അതുകൊണ്ട് മറ്റു മാർഗം ഇല്ലാതെ ചൈനയുടെ പക്കൽ തന്നെ ചെന്ന് യുദ്ധവിമാനം ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ചൈന റിജക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഒരുപക്ഷെ ചൈന ഇനി ഇറാന്റെ പക്കൽ നിന്ന് മറ്റെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിനറൽസ് അവരുടെ പക്കൽ നിന്നും ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പ്രധാനമായും ഇവിടെ ചൈന ഭയപ്പെടുന്നത് ഇസ്രായേലിനെ കണ്ടാണ്. ഇസ്രായേലിനെ കണ്ട് എന്തിനു ഭയപ്പെടണം? ഒരു യുദ്ധവിമാനം നൽകുകയാണെങ്കിൽ ഒരു വിമാനം നൽകുന്നത് കാരണം ഇസ്രായേൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. ഇസ്രായേലിന്റെ മൊസാദ് നെറ്റ്വർക്ക് ഇറാന്റെ എല്ലാ പ്രദേശങ്ങളിലും പടർന്ന് വിരിഞ്ഞിട്ടുണ്ട്. മൊസാദിന്റെ ചരിത്രം ഇറാനുള്ളിൽ എടുത്തു നോക്കിയാൽ അവർ ഇസ്രായേലിനുള്ളിലാണോ അല്ലെങ്കിൽ അവരുടെ ഓൺ ബേസ് ഇറാനുള്ളിലാണോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല. അത്രത്തോളം ഒരുപാട് ഓപ്പറേഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ആ വീട്ടിലെ ജോലിക്കാരൻ മൊസാദ് ഏജന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ കാർ ഡ്രൈവർ ഒരു മൊസാദ് ഏജന്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇനി സൈന്യത്തിലാണോ ഉള്ളത്? അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. ഈ ഭക്ഷണശാലയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ, സെർവന്റ്, അത് ഒരു മൊസാദ് ഏജന്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തിന്? നിങ്ങൾ വെള്ളം കുടിക്കുകയാണ്, ആ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുന്ന വ്യക്തി അത് മൊസാദ് ചാരനായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ ഇറാന്റെ അവസ്ഥ. എന്തിന്? ഇപ്പോൾ സംഭവിച്ചല്ലോ ഈ 12 ദിവസത്തെ ഒരു പ്രശ്നം അടുത്തിടെ ഉണ്ടായല്ലോ. അതിൽ എവിടെയെല്ലാമാണ് ഇറാന്റെ റഡാർസ് ഉള്ളത്? എവിടെയെല്ലാം ഇറാന്റെ പ്രധാനപ്പെട്ട സൈറ്റ്സ് ഉണ്ട്? അവിടങ്ങളിൽ പോലും മൊസാദിന്റെ ഏജൻസ് ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ റഡാർസിന് ഇന്റേണൽ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇറാനുള്ളിൽ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ലോക്കൽ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്തത് തന്നെ മൊസാദ് ഏജന്റ് ആണ്. 2 റഡാർ നെറ്റ്വർക്കിനെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു വലിയ നെറ്റ്വർക്ക് ഇറാനുള്ളിൽ ഇസ്രായേൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ J-10C വിമാനങ്ങളെ നിങ്ങൾ നൽകിയാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നാളെ അത് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത് ഇസ്രായേൽ ചാരനായിരിക്കാം. ഇത്രത്തോളം നിങ്ങൾ റിസ്ക് എടുത്ത് ഈ വിമാനങ്ങളെ നൽകുന്നത് പൂർണ്ണമായും ഈ വിമാനങ്ങളുടെ ബ്ലൂ പ്രിന്റ് എടുത്ത് ഇസ്രായേൽ നൽകുന്നതിന് തുല്യമായിരിക്കും. ഇങ്ങനെ ചൈനീസ് അധികാരികൾ അവരുടെ അഭിപ്രായം പുറത്തു പറയുകയാണ്. സത്യത്തിൽ അവർ പറഞ്ഞതും സത്യം തന്നെയാണ്. ഇത്രത്തോളം ഒരു രാജ്യത്തിനുള്ളിൽ ശത്രുക്കളുടെ പ്രവർത്തനമുണ്ട്. ഇത്രത്തോളം നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആരും അവർക്ക് അത്ര പെട്ടെന്ന് ഒരു വെപ്പൺ സിസ്റ്റം നൽകാൻ തയ്യാറാകില്ല. മാത്രമല്ല, ഈ വെപ്പൺ സിസ്റ്റം നൽകാത്തതിന് കാരണം മൊസാദ് നെറ്റ്വർക്കിലേക്ക് ഈ വിമാനത്തിന്റെ ഡേറ്റാസ് പോകും എന്നത് മാത്രമല്ല, ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ സോഴ്സ് കോഡ് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ പ്രധാനമായി ഈ റഡാറും മിസൈൽസും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ ചൈനയ്ക്കെതിരെയുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും ഈ ഡീറ്റെയിൽസ് അവരെ കൊണ്ട് നൽകാൻ കഴിയും. പ്രധാനമായും ഇന്ത്യക്ക്. കാരണം പാകിസ്ഥാനെ ഇസ്രായേൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ചൈനയുമായി അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നന്നായി അറിയാം. ഇസ്രായേലിന് ചൈനയുമായി വലിയ കണക്ഷൻസ് ഒന്നുമില്ല. എന്നിട്ടും ഇതിന്റെ കോഡ് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യക്ക് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതും ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാം. ഈ ഡീൽ റിജക്ട് ചെയ്യുന്നതിന് ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മാത്രമല്ല, ഇറാൻ ഇനിഷ്യലി ഒരു 150 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാനുള്ള പദ്ധതിയിലായിരുന്നു. എന്നാൽ അവരുടെ പക്കൽ ഫോറിൻ റിസർവ് ഇല്ല. അത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പോയപ്പോൾ ഉടൻ തന്നെ അതിന്റെ എണ്ണം കുറച്ച് 80 മാറ്റി. ഇപ്പോൾ അവസാനം 40 വന്ന് നിന്നു. അവസാനം കുറഞ്ഞത് 10 വിമാനമെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായി ഞങ്ങൾക്ക് നൽകുക. ഇതിന്റെ പെർഫോമൻസ് നന്നായാൽ വീണ്ടും കൂടുതൽ വിമാനങ്ങൾ ഞങ്ങൾ വാങ്ങാം എന്ന് ഒരു റിക്വസ്റ്റ് ആയി തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഫൈറ്റർ ജെറ്റ്സ് അല്ല ആദ്യം ആവശ്യമായി വരുന്നത്.
സത്യത്തിൽ ചൈന ഡിനൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു ഫൈറ്റർ ജെറ്റിന്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ പക്കൽ A2 ആക്സസ് ഡിനൈ ചെയ്യണം. ശത്രുക്കൾ നിങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് കയറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റഡാർ ഫംഗ്ഷൻസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ എവിടെ വേണമെങ്കിലും കയറാം, എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ളത് റഡാർ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ വിമാനം അകത്ത് വരുന്നതിന് മുൻപ് അവരുടെ സ്ട്രാറ്റജി തന്നെ മാറ്റണം. നിങ്ങളുടെ രാജ്യത്തിൽ ഇത്രത്തോളം സ്റ്റെൽത്ത് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്ന റഡാർസ് ഉണ്ട്, പവർഫുള്ളായ പ്രൊഫൈൽ എടുക്കുന്ന റഡാർസ് ഉണ്ടെങ്കിൽ അവരുടെ സ്ട്രാറ്റജി മാറും. അങ്ങനെ നോക്കിയാൽ ആദ്യം ഇറാന് റഡാർ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്തേ മതിയാകൂ. രണ്ടാമതായി ഉള്ളത് സർഫസ് ടു എയർ മിസൈൽസ് വീണ്ടും ഇൻക്രീസ് ചെയ്യണം. ഇറാന്റെ പക്കൽ ഇപ്പോൾ ബവർ S-300 പോലെ ചില യൂണിറ്റ്സ് ഉണ്ട്, എന്നാൽ അത് പോരാ. സ്റ്റെൽത്ത് കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉണ്ടാകണം. ഇതിപ്പോൾ S-400 പോലെ, അമേരിക്കയുടെ പാട്രിയോട്ട് പോലെ ഇങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ കൊണ്ട് അടുത്ത് വിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഡിഫൻസിന് ആവശ്യമായി എക്യുപ്മെന്റ്സ് പ്രോപ്പറായി മേക്ക് ചെയ്താൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായി വിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് വിമാനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പമായൊരു ടാർഗറ്റായി അത് മാറും ഇസ്രായേലിന്റെ സ്ട്രൈക്കിന്. അപ്പോൾ പ്രധാനമായും ഇറാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവരുടെ റഡാർ നെറ്റ്വർക്സിലും അവരുടെ സർഫസ് ടു എയർ മിസൈൽസ്, സ്റ്റെൽത്ത് കിൽ മിസൈൽസിൽ മാത്രമാണ്. ഈ വിമാനങ്ങളിൽ ആകാൻ പാടില്ല. പ്രോപ്പറായി ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത വിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ആവശ്യം റഡാർസും ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സും സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവുമാണ്. അതിനുശേഷം മാത്രമേ യുദ്ധവിമാനങ്ങളുടെ എണ്ണം അവർക്ക് ആവശ്യമായി വരികയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.